പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ഷോർട്ട് ടോക്കാണ്. എല്ലാവർക്കും സ്വാഗതം. ജനുവരി മാസം 23, 24 ദിവസങ്ങൾ വീക്കെൻഡാണ്. ഫ്രൈഡേ, സാറ്റർഡേ. വൈകുന്നേരം 6 മുതൽ 8 മണി വരെ നടക്കുന്ന ഒരു 2 ദിവസത്തെ ഒരു ഷോർട്ട് വെബിനാറിനെ കുറിച്ച് നിങ്ങളോട് പറയാനാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇതിനു മുൻപുള്ള വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. ബിബ്ലിക്കൽ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ഫോർ അഡോളസൻസ്, ടീനേജേഴ്സിന് വേണ്ടിയുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം, അത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എടുക്കുക എന്നൊരു ദൗത്യത്തോടു കൂടിയാണ് ഈ വെബിനാർ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിനു മുൻപുള്ള വീഡിയോയിൽ ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ പോലെ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഫോക്കസ് ചെയ്യുന്നത്? ഇത് നേരിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയല്ല. അങ്ങനെയുള്ള സെമിനാറുകൾ അല്ലെങ്കിൽ ചർച്ചസിലും യൂത്ത് ഗ്രൂപ്പിലും ഒക്കെ അങ്ങനത്തെ ക്ലാസ്സുകൾ ഞാൻ എടുക്കാറുണ്ട്. പക്ഷേ ഈ വെബിനാർ പ്രത്യേകിച്ചും അഡൽട്സിന് വേണ്ടിയാണ്. അതായത് ടീനേജേഴ്സ് അല്ലെങ്കിൽ യൗവനക്കാർക്ക് ആരാണോ ഈ വിദ്യാഭ്യാസം കൊടുക്കേണ്ടുന്നത്, ഏറ്റവും ആദ്യം പാരൻസിനെയാണ് നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നീട് യൂത്ത് പാസ്റ്റേഴ്സ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, അല്ലാത്ത ടീച്ചേഴ്സ്, സ്കൂൾ ടീച്ചേഴ്സ്, മാത്രമല്ല ഹെൽത്ത് കെയർ വർക്കേഴ്സ്, കൗൺസിലേഴ്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എക്യുപ്ഡ് ആകണം. നമ്മുടെ അടുത്ത തലമുറയെ ഈ ഒരു മേഖലകൾക്കകത്ത് അവരൊട്ടും കറപ്റ്റാകാതെ പോസിറ്റീവായിട്ടുള്ള ദൈവികമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അവരിലേക്ക് കൊടുത്ത് അവരുടെ ശരീരത്തെക്കുറിച്ചും അവരുടെ ജെൻഡർ, അവരുടെ ലൈംഗികത, മുൻപോട്ട് ചെല്ലുമ്പോൾ വിവാഹം, അത് ഒരു ദൈവീക ഉടമ്പടി എന്നൊക്കെയുള്ള വിധത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ദർശനം ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇട്ടുകൊടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ദൗത്യമാണ്. ഞാൻ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയ്ക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പോരാ, ഒരാൾ തന്നെ എത്ര ചെയ്യും? നമ്മളൊരു തലമുറയെ തന്നെ സ്വാധീനിക്കണം എന്നൊരു കാര്യമാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. ഒത്തിരി ആൾക്കാർ പലയിടങ്ങളിലായിട്ട് ഇത് ഓൾറെഡി ചെയ്യുന്നുണ്ട്. എന്നാൽ എൻ്റെ സ്ഫിയറിലുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, അവരെ എക്യുപ്പ് ചെയ്യണം. ടുഗെദർ വി ക്യാൻ മേക്ക് എ ഫാർ റീച്ചിങ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ അവർ ജനറേഷൻ എന്നൊരു കാര്യമാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് ഇതിനകത്ത് ബിബ്ലിക്കൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് ആഡ് ചെയ്ത് അങ്ങനെ ഒരു അഡ്ജക്റ്റീവോടുകൂടെ എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിക്കേണ്ടുന്ന ആവശ്യകത നമ്മുടെ മുൻപിൽ എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നെ അറിയാവുന്നവർക്ക് നിങ്ങൾക്കറിയാം, ഒന്നാമത് ഞാൻ ഒരു ദൈവ പൈതലാണ്. കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി രാജാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എൻ്റെ ഫെയ്ത്ത് ലൈഫ്, കർത്താവിനോടുള്ള ബന്ധം, ദൈവവചനം എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതേ രണ്ടാമത് സഭാ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റാണ്, ഒരു ഫാമിലി കൗൺസിലറാണ്. അപ്പോൾ ഈ എല്ലാ മേഖലകളും കൂടെ ചേർത്ത് വെച്ചാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഡോക്ടർ, ഒരു ഗൈനക്കോളജിസ്റ്റ് ആയി കഴിഞ്ഞ ഏകദേശം 10-25 വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിലാണ്. ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ കൂടുതലൊരു പാഷൻ
ഇതിൻ്റെ നീഡ് ഇത്രയധികമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ എൻ്റെ മെഡിക്കൽ ഫീൽഡിലുള്ള എക്സ്പീരിയൻസാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് സഹായിച്ചത്, അല്ലെങ്കിൽ എനിക്ക് പ്രചോദനം നൽകിയത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി നീഡുണ്ട്. അതിനുശേഷമാണ് കൗൺസിലിംഗ് മേഖലയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് ഒന്നും കൂടെ എന്നെ ഈ കൺവിക്ഷൻസിൽ എന്നെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോയി. കാരണം കൗൺസിലിങ്ങിൻ്റെ മേഖലകൾക്കകത്താണല്ലോ വ്യക്തികൾ അവരുടെ ജീവിതത്തെ വന്ന് തുറക്കുന്നത്. അവരുടെ ശരീരത്തിലുള്ള രോഗത്തിനും അപ്പുറത്ത് ബന്ധങ്ങൾക്കകത്തുള്ള വൈകല്യങ്ങളും മനസ്സുകൾക്കകത്തുള്ള മുറിവുകളും ആശങ്കകളും ഇത് കൈകാര്യം ചെയ്യാതെ കിടക്കുമ്പോൾ പിൽക്കാലങ്ങളിൽ അത് വിവിധ രീതിയിൽ അവരുടെ മാനസിക നിലവാരത്തെ അത് സ്വാധീനിക്കുന്നതും, ഇതെല്ലാം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ ആയതുപോലെ തുറക്കുമ്പോഴാണ് നമുക്ക് ചില കഥകളായി, ചില മുഖങ്ങളായി, പേരുകളായിട്ട് നമ്മുടെ മനസ്സിനകത്തുനിന്ന് മായ്ച്ചു കളയാൻ പറ്റാത്തതുപോലെയുള്ള ചില സംഗതികളായിട്ട് ഇത് നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുകയാണ്. അന്നേരമെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പലപ്പോഴും വരുന്ന ഒരു ടോക്ക് ഇങ്ങനെയാണ്: ആൻറ്റി, എനിക്കിതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു, ഈ കാണിക്കുന്നത് തെറ്റാണ് എന്നെനിക്ക് അറിയില്ലായിരുന്നു. ആ പ്രായം, ആ വികാരങ്ങൾ, അപ്പോഴുള്ള സാഹചര്യങ്ങൾ, ഇതിനകത്ത് അവർ പല വഴിയായി പോയി. ചില അഡിക്ഷൻസിനകത്തേക്കൊക്കെ കുഞ്ഞുങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞ് 10-15 വർഷങ്ങൾ കഴിയുമ്പോഴാണ് അവർ തന്നെ വളരെ പ്രയാസത്തോടെ എങ്ങനെയെങ്കിലും എനിക്കിതിനകത്തുനിന്ന് ഊരിപ്പോരണം, ആൻറ്റി എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഒരു സിറ്റുവേഷനിലായിരിക്കും ഇവരെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോഴത്തേക്കിന് അതൊരു വൈകല്യമായി, ഒരു അഡിക്ഷനായി മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞു, വ്യക്തിത്വത്തെ ബാധിച്ചു കഴിഞ്ഞു. ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ചില വർഷങ്ങൾ പിന്നിട്ട് പോയി. നമുക്കറിയാം, ടീനേജ് അല്ലെങ്കിൽ ആ അഡോളസെൻ്റ് ഫേസ് ഒരു വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. കാരണം ചൈൽഡ്ഹുഡിൽ നിന്നും അഡൽട്ട്ഹുഡിലേക്കുള്ള ട്രാൻസിഷനാണ്. അവരെ ആ കാലങ്ങളിൽ ബാധിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഭാവി ജീവിതത്തെ മുഴുവനും സ്വാധീനിക്കാൻ കഴിവുള്ള ചില സംഗതികളായി മാറുകയാണ്. അപ്പോൾ ഇതിനകത്തൂടെ എല്ലാം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അല്ലേ? ഒരു പ്രശ്നങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ ചെന്ന് അകപ്പെട്ടതിന് ശേഷം അവരെ ശരിയാക്കിയെടുക്കുവാൻ നമ്മളിടുന്ന എഫേർട്ടും റിസോഴ്സസും ടൈമും എനർജിയും, വൈ? മാത്രമല്ല, അപ്പോഴത്തേക്കിന് എന്തൊക്കെ മുറിവുകൾ സംഭവിച്ചു കഴിഞ്ഞു, തകർച്ചകൾ സംഭവിച്ചു കഴിഞ്ഞു. ചിലതൊന്നും തിരിച്ച് പിടിക്കാൻ കഴിയാത്തതുപോലെ ജീവിതത്തിൻ്റെ അവസരങ്ങളും സമയവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുകയാണല്ലോ. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുഞ്ഞുങ്ങൾ ആ പ്യൂബർട്ടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അവരുടെ ജെൻഡറിനെ കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും ഒക്കെയുള്ള ആദ്യത്തെ ബോധ്യങ്ങൾ, അനുഭവങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് വരികയാണ്. അവർ വളരെ ക്യൂരിയസ് ആണ്, എല്ലാം ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണം എന്നൊരു മനസ്സാണ് അവർക്കുള്ളത്. അപ്പോൾ തന്നെ വളരെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ അവർക്ക് കാര്യങ്ങൾ നമ്മൾ ഗൈഡൻസ് കൊടുക്കണം. ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ, വളരെയധികം പാഷനും ഇമോഷൻസും അവരുടെ ഉള്ളിൽ അവർ വളരെ യാഥാർത്ഥ്യത്തിൽ അനുഭവിക്കുന്നതായിട്ടുള്ളൊരു പ്രായമാണ്. അറിയില്ല, അവർക്ക് ശരിയും തെറ്റും എന്നൊന്നും അത്രയും അറിയത്തില്ല, പക്ഷെ അവരുടെ അനുഭവമാണ്. ഭയങ്കരമായ വികാരങ്ങളാണ് അവരെ നിയന്ത്രിക്കുന്നത്. മൈൻഡ് ഈസ് ഹൈജാക്ഡ് ബൈ ദ ഇമോഷൻസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രായമാണല്ലോ. മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രേമത്തിലേക്ക് പോകുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പം അതെല്ലാം കടന്ന് എത്രയോ അധികം വഷളത്വത്തിലേക്ക് ലൈംഗികത എന്ന് പറയുന്ന വിഷയങ്ങൾ കടന്നുപോയി എന്ന് നമുക്കറിയാമല്ലോ. പോർണോഗ്രാഫി അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അല്ലെ, അശ്ലീലമായിട്ടുള്ള പിക്ചേഴ്സും വീഡിയോസും സർവ്വസാധാരണമായി ഒരു ക്ലിക്കിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ ആ ലോകം മുഴുവൻ തുറന്നു വരുന്നത് പോലെയുള്ള സാധ്യതകളാണ് ഇന്ന് കുഞ്ഞുങ്ങളുടെ മുൻപിൽ തുറന്നിരിക്കുന്നത്. അവർക്കൊരു നാച്ചുറൽ ക്യൂരിയോസിറ്റി ഉണ്ട്, ഈ വിഷയങ്ങൾ അറിയണം. അവരുടെ ഏജ് അതായി കഴിഞ്ഞു, സെക്ഷുവാലിറ്റിയെക്കുറിച്ച് അറിയണം,
എന്നൊക്കെ അവർക്ക് ഒരു താല്പര്യമുണ്ട്. പക്ഷേ ഇതിനകത്തൊരു കറക്റ്റ് ഗൈഡൻസ് കൊടുക്കാനും ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എവിടെ നമ്മൾ ബൗണ്ടറി ഇടണം, യുനോ എന്താണ് ഇതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എന്താണ് പാപം, യുനോ നമ്മൾ ആ ലൈൻസ് ഡ്രോ ചെയ്യണം. പ്രീ മാരിറ്റൽ സെക്സ് അത് തെറ്റാണ്, ഫോർണിക്കേഷനാണ്, ഇത്തരത്തിലൊക്കെയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പിക്ചർ കുഞ്ഞുങ്ങളിലേക്ക് പലപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് നോക്കരുത്, യുനോ ജസ്റ്റ് കുറേ കമാൻഡ് പോലെ ആയിരിക്കും. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഒന്ന് ഇതെല്ലാം വലിയ ഡേഞ്ചറാണ്. കുഞ്ഞുങ്ങൾ അതിലേക്കങ്ങ് വലിഞ്ഞു പോകുകയാണ്. സോ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിവുകൾ, തിരിച്ചറിവുകൾ മുതിർന്നവരായ നമ്മൾക്ക് തന്നെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ അതേ സീരിയസ്നെസ്സോടുകൂടി നമുക്ക് ഇത് കുഞ്ഞുങ്ങളിലേക്ക് നമുക്കിത് എത്തിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. മാത്രമല്ല, ബിബ്ലിക്കൽ സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് തന്നെ ഊന്നൽ കൊടുത്ത് അത് പഠിപ്പിക്കണം എന്നൊരു വളരെ ശക്തമായ കൺവിക്ഷൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെയൊക്കെ എൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു. ബിക്കോസ് ആസ് എ ഗൈനക്കോളജിസ്റ്റ് എനിക്കിതിൻ്റെ ക്ലാസ്സുകൾ എടുക്കാം. അവരുടെ ബയോളജി, റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്യൂബേർട്ടൽ ചേഞ്ചസ്, ഹോർമോണൽ ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ക്ലാസ്സുകൾ എടുക്കാം. എന്നാൽ ഇന്ന് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്കൂളുകളിൽ ഒരു കരിക്കുലം പോലെ പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് പോലും ദൈവവചനത്തിനകത്തുനിന്ന് വളരെ വ്യത്യസ്തവും വിപരീതവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നോർക്കുമ്പോൾ ഇതിനകത്ത് ദൈവസഭ അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും ഉന്നത നിലവാരത്തിലിരിക്കുന്ന സൊസൈറ്റീസ് പോലും, അത് മെഡിക്കൽ സൈഡിലും ലീഗൽ സൈഡിലും എല്ലാം, അവരിന്ന് അംഗീകരിച്ച് പാസ്സാക്കിയിരിക്കുന്ന പല കാര്യങ്ങൾ പോലും ദൈവവചനപ്രകാരം ഏറ്റവും മ്ലേച്ഛതയേറിയ വിഷയങ്ങൾ എന്ന് തിരിച്ചറിയുവാനായിട്ട് ഗോഡ്ലി സ്റ്റാൻഡേർഡ്സ് ഉള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുള്ളൂ. അത് ജെൻഡർ ഐഡൻറ്റിറ്റി ഇഷ്യൂസും സെക്ഷുവൽ ഓറിയൻറ്റേഷൻ പ്രോബ്ലംസ് ആണ് എന്നും അത് സർവ്വസാധാരണമാണ് എന്നും ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന സ്ഥാനത്ത് അങ്ങനെയല്ല. ജെൻഡർ ഐഡൻറ്റിറ്റി അത് ഫ്ലൂയിഡാണെന്നും ഓരോരുത്തരുടെ താല്പര്യങ്ങളും അനുഭവങ്ങളും അനുസരിച്ച് അവർക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാമെന്നും ഇതൊരു സ്പെക്ട്രമാണെന്നും അത് വളരെ ശക്തമായി പറഞ്ഞ് പഠിപ്പിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മീഡിയയിലൂടെ അത് സർവ്വസാധാരണമായി പ്രചരിപ്പിക്കുകയാണ്. നമ്മുടെ മക്കൾ അതാണ് കേൾക്കുന്നത്. അതിനൊരു റെസ്ട്രിക്ഷൻസുമില്ല. ഇന്ന് സത്യം വിളിച്ചു പറയുന്ന കാര്യത്തിനകത്താണ് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ളത്. സത്യം പറയാൻ മനുഷ്യർ പേടിക്കുന്നു, ഭയപ്പെടുന്നു എന്നുള്ള വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അറിയാമല്ലോ, സുവിശേഷം പോലും ഇന്ന് തുറന്നു പറയുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ഭാരതദേശത്തിൽ എത്രയോ സ്റ്റേറ്റുകൾക്കകത്ത് നിയമം പാസാക്കി അതിനെ നിരോധിച്ചിരിക്കുന്നു. അത് ജസ്റ്റ് വൺ എക്സാമ്പിളാണ്. അത് സുവിശേഷം പറയരുത് എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്നൊരു വിഷയത്തിൽ അത് ആരംഭിക്കുന്നു എങ്കിൽ അത് താഴോട്ട് സത്യം എന്ന് പറഞ്ഞ ദൈവവചനം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ള നിബന്ധനകൾ പല സ്റ്റേജുകളിൽ നമ്മൾ ഫേസ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈവൻ സെക്ഷുവാലിറ്റി ഓറിയൻറ്റേഷൻ, ഹോമോസെക്ഷുവാലിറ്റി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദൈവവചനത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ സൊദോം ഗൊമോറയിലെ പാപമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ, റോമാലേഖനം 1-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുന്നു, മനുഷ്യർ ദൈവത്തെ ദൈവമെന്നറിഞ്ഞ ആ സ്ഥാനം കൊടുക്കാതിരുന്നത് കൊണ്ട്, നന്ദിയില്ലാത്തവരായതുകൊണ്ട് അവർ വളരെ മിടുക്കരാണെന്ന് വിചാരിച്ചു, ജ്ഞാനികൾ എന്ന് അവർ വിചാരിച്ചു എങ്കിലും അവർ ഭോഷന്മാരായി തീരുകയും അവരുടെ സ്വന്തം ഹൃദയത്തിൻ്റെ മോഹങ്ങളിലേക്ക് ദൈവം അവരെ വിട്ടുകൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്
ഇത്തരത്തിലുള്ള പാപങ്ങൾക്കകത്തേക്ക് മനുഷ്യർ അകപ്പെടുവാൻ ഇടയായത്. എന്നാൽ ഇന്ന് അതിനെ പാപം എന്ന് വിളിക്കുന്നതിന് പകരം അതൊരു ഒരു ഒരു സ്പെക്ട്രത്തിൻ്റെ ഭാഗമാണെന്നും വളരെ നോർമലാണ്, സൈക്കോളജിക്കൽ ഫിസിയോളജിക്കലാണെന്നും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അംഗീകരിക്കണം എന്ന് പറയുന്ന ശക്തമായ മൂവ്മെൻറ്റുകളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. അധികം താമസിക്കാതെ നമ്മുടെ ഭാരതദേശത്തിലും വളരെ സർവ്വസാധാരണമായിട്ട് ഈ കാര്യങ്ങൾ ഇറങ്ങി വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓൾറെഡി ആ ട്രെൻഡുകൾ ആരംഭിച്ചിരിക്കുന്നു. എല്ലാ സ്റ്റേജിലും വിവാഹം എന്ന് പറയുന്ന വിശുദ്ധ ഉടമ്പടി, മരണം നമ്മെ വേർപിരിക്കും വരെയും എന്ന് പറഞ്ഞ് ഒരു കോൺട്രാക്റ്റ് അല്ല, ഒരു ഉടമ്പടി, ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് എടുക്കുന്ന ഒരു ഉടമ്പടി എന്ന് പറയുന്ന ആ ബ്യൂട്ടിഫുൾ വാല്യൂ സിസ്റ്റംസ് അതിനെ വളരെയധികം വാട്ടർ ഡൗൺ ചെയ്തിരിക്കുകയാണ്. വിവാഹം വേണ്ട, ലിവ് ഇൻ ബന്ധങ്ങൾ മതി, തോന്നുമ്പോൾ ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കുക, തോന്നുമ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വരിക. ഇത് ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. വിവാഹത്തിന് പുറത്ത് ലൈംഗിക ബന്ധങ്ങളെ എൻ്റർടൈൻ ചെയ്യുക, അബോർഷനുകൾ നടത്തുക, വിവാഹം കഴിച്ചു കഴിഞ്ഞാലും വിവാഹത്തിന് പുറത്ത് മറ്റുള്ള ബന്ധങ്ങൾ എൻ്റർടൈൻ ചെയ്യുക, സെക്ഷുവാലിറ്റിയെ പല വിധത്തിൽ ആൾക്കാർ സൗകര്യാർത്ഥം അതിനെ ഡിഫൈൻ ചെയ്യുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം. മീഡിയ നമുക്കറിയാം, മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും ശക്തമായ ഒരു ഘടകമായി ഈ നാളുകളിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് മീഡിയ. നിങ്ങളിലേക്ക് ഇപ്പോൾ എനിക്ക് വരുവാൻ കഴിയുന്നത് ഈ മീഡിയ വഴിയാണ്. അതൊരു അനുഗ്രഹമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതൊരു ഡബിൾ എഡ്ജ്ഡ് സ്വോർഡാണ്. ഇതിനകത്തുനിന്ന് തന്നെ എത്രയോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ തലമുറയിലേക്ക് കടന്നു പോകുന്നു. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ട്രെൻഡുകൾ കാണുമ്പം ഇതിനെക്കുറിച്ച് നമ്മളിങ്ങനെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ അല്ലെങ്കിലും ഇപ്പോൾ ഒന്നും ശരിയല്ല, ആരും ശരിയല്ല, യൗവനക്കാരൊട്ടുമേ ശരിയല്ല, അവർ പറഞ്ഞാൽ കേൾക്കത്തില്ല, അവർക്ക് ദൈവഭയമില്ല എന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെക്കുറിച്ച് എന്താണ് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാനെപ്പോഴും വിചാരിക്കുന്നത്, നമ്മുടെ ചുറ്റും ഇരുട്ടാണെങ്കിൽ ഇരുട്ടിനെക്കുറിച്ച് എത്ര വർണ്ണിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. ഒരു കൊച്ചു മെഴുകുതിരിയാണെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമെങ്കിലും, ഞാൻ നിൽക്കുന്നിടത്തെങ്കിലും എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർക്കെങ്കിലും വെളിച്ചം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ ഇത് അതിനു വേണ്ടിയുള്ള ഒരു ചെറിയ സ്റ്റെപ്പാണ്. നിങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. പ്ലീസ് ജോയിൻ ഇൻ. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ജനുവരി 10th മുമ്പായിട്ടാണ് ഏർലി ബേർഡ് രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത്. So we encourage you, please join in. You can make a difference. നിങ്ങളുടെ വീട്ടിലുള്ള മക്കളെ, നിങ്ങളുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിൽ വരുന്ന മക്കൾ, നിങ്ങളുടെ സഭയിലുള്ള മക്കൾ, സമൂഹത്തിൽ നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി, ഫ്രണ്ട്സ്, എല്ലായിടത്തും നമുക്ക് കുഞ്ഞുങ്ങളെ സഹായിക്കാനായിട്ട് കഴിയണം. ഇത് ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓപ്ഷൻ അല്ല, ഇതവരുടെ റൈറ്റാണ്. And we are cheating them, we are denying them. നമുക്കറിയാം, എന്നിട്ട് പോലും നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും we are denying them something so good. ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദർശനമില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, യൗവനക്കാരല്ലേ, അവർ വളർന്ന് കല്യാണപ്രായമാകുമ്പോൾ അവർക്കപ്പം ഇത് പറഞ്ഞു കൊടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് ടു ലേറ്റ്. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു 10 വയസ്സിന് മുകളിലോട്ട് അല്ല, 3-4 വയസ്സുള്ളപ്പം മുതൽ, അവർ വീടിൻ്റെ പുറത്ത് പോയി തുടങ്ങുമ്പം മുതൽ നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അറിവുകൾ കുഞ്ഞുങ്ങൾക്ക് അതാത് പ്രായത്തിൽ കൊടുത്ത് ലോകം അവരെ സ്വാധീനിക്കുന്നതിന് മുൻപ് നമുക്ക് അവരെ സ്വാധീനിക്കുവാനായിട്ട് കഴിയണം. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു. ടുഗെദർ
വി വിൽ മേക്ക് ഇറ്റ് godly effort to influence our generation. നമ്മുടെ തലമുറയെ നമുക്ക് മാത്രമേ സ്വാധീനിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ.